1250 divided by 5. Here we can't divide 5 from 1, so combine the first two datas, that is 1 2. Now 12 divided by 5 is 2. 2 into 5 is 10. Now 12 minus 10 is 2. Bring down this 5. Now the data is 25. Okay, now 5's are in 25, so write 5 here. 5 into 5, 25. 25 minus 5 is 0. Bring down this 0 to here. Now there is no 5's in 0, so write 0 here. 0 into 5 is 0. 0 minus 0, 0. ഞാനൊന്നും കൂടെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളുടെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ 4 സ്റ്റെപ്പ് പ്രോസസ്സ്. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ബ്രിങ്ങിങ് ഡൗൺ. ഈ 4 സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ത്രൂ ഔട്ട് ദ ഡിവിഷൻ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഡിവിഷനാണ്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ്ലി 1250 ഡിവൈഡഡ് ബൈ 5 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡാറ്റ 1 ഡിവൈഡഡ് ബൈ 5 നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് 2 ഡാറ്റാസ് കമ്പൈൻഡ് ആയിട്ട് എടുത്ത് ഡിവൈഡ് ചെയ്യും. നൗ 2 5's ആർ ഇൻ 12. 12ൽ 5's 2 ടൈംസ് ആണ്. സോ റൈറ്റ് ദ 2 ഓൺ ദ ടോപ്പ്. 2 മുകളിൽ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞു. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷനാണ്. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈ എഴുതിയ 2 ഇൻറ്റു 5, 10 അല്ലേ കിട്ടുന്നത്. സോ റൈറ്റ് 10 ഹിയർ. ഓക്കെ, ഇനി 12 മൈനസ് 10, ആൻസർ എന്താണ്? 2 എന്ന് കിട്ടി. അതാണ് ഇവിടെ തേർഡ് സ്റ്റെപ്പ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞത്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഇവിടെ സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞു. 12 മൈനസ് 10, 2 എന്ന ആൻസർ കിട്ടി. സോ സബ്ട്രാക്ഷൻ തേർഡ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫോർത്ത് സ്റ്റെപ്പ് ബ്രിങ്ങിങ് ഡൗൺ ദ നെക്സ്റ്റ് ഡാറ്റ. ഇവിടെ 5 ആണ് നെക്സ്റ്റ് ഡാറ്റ. ഈ നെക്സ്റ്റ് ഡാറ്റ 5 താഴേക്ക് മാറ്റി എഴുതി. സോ നൗ ദ നമ്പർ ഈസ് 25. 25ൽ 5 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ് ആണ് ഉള്ളത്. സോ റൈറ്റ് ദ 5 ഓൺ ദ ടോപ്പ്. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ 25ൽ 5 ടൈംസ് ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു 4 സ്റ്റെപ്പ് പ്രോസസ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. വീണ്ടും ഡിവിഷൻ ചെയ്തു. 25ൽ 5 ടൈംസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ 5 ഇൻറ്റു ദിസ് 5 ഈസ് 25. ഓക്കെ, സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. നെക്സ്റ്റ് 25 മൈനസ് 25, 0. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ലാസ്റ്റ് ഡാറ്റ താഴേക്ക് ബ്രിങ് ചെയ്ത് എഴുതണം. ഇവിടെ 0 എഴുതി. സോ ഇവിടെ കമ്പൈൻഡ് ആയിട്ട് 0 0 മീൻസ് 0. 0ൽ എത്ര 5's ഉണ്ട്? ദർ ഈസ് നോ 5's ഇൻ 0. സോ റൈറ്റ് 0 ഹിയർ. നൗ 0 ഇൻറ്റു 5 ഈസ് 0. 0 മൈനസ് 0, 0. ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. 4566 divided by 8. We can't divide 8 from 4, so combine the first two datas, that is 45 divided by 8, that is 5. Now this 5 into 8 is 40. After that subtract 45 minus 40 is 5. Bring this 6 down, that is 56.
After that 56 divided by 8, that is 7. 7 into 8 is 56. Now 56 minus 56 is 0. Bring this 6 down, that is 0, 6. We can't divide 8 from 6, so add a 0 here. 0 into 8 is 0. Now 6 minus 0 is 6. So this is our answer, 570, and remainder is 6. Okay, ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം മലയാളത്തിൽ. 4566 divided by 8. This was our question. Firstly, 4 divided by 8. We can't divide 8 from 4. So we combine the first two datas. That is 45 divided by 8. 45 8 5 times ആണുള്ളത്. 5 into 8 40. അടുത്തത് സബ്ട്രാക്ട് ചെയ്യണം. 45 minus 40. 45 minus 40 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് ഡാറ്റ താഴേക്ക് മാറ്റി എഴുതി. നമുക്കിവിടെ 56 എന്ന് കിട്ടി. ഈ 56ൽ 8 എത്ര ടൈംസ് ഉണ്ട്? 7 ടൈംസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ശരിക്കും പഠിക്കണം, എന്തെങ്കിലും ഇത് ചെയ്യാൻ കഴിയുള്ളൂ. സോ 56ൽ 8 7 ടൈംസ് ആണ്. ഇനി എഴുതിയ 7 ഇൻറ്റു 8 56 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ 56 മൈനസ് 56 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 0 എന്ന് കിട്ടി. അടുത്ത ഡാറ്റ സബ്ട്രാക്ട് ചെയ്ത കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഡാറ്റ താഴേക്ക് മാറ്റി എഴുതണം. ഇവിടെ 6ഉം കൂടെ ഉണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ 6 നമ്മളിവിടെ താഴേക്ക് മാറ്റി എഴുതി. 6 ഡിവൈഡഡ് ബൈ 8. 6 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ദർ ഈസ് നോ 8s ഇൻ 6. 6ൽ 8s ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ആൻസറിൽ 0 എന്ന് എഴുതി. ഇനി അടുത്ത എന്താണ്? ഇപ്പം നമ്മൾ എഴുതിയ 0 ഇൻറ്റു 8. 0 ഇൻറ്റു 8 ഈസ് 0. അടുത്ത സ്റ്റെപ്പ് സബ്ട്രാക്ഷനാണ്. 6 മൈനസ് 0. ആൻസർ എന്ത് കിട്ടും? 6 എന്ന് തന്നെ കിട്ടും. സോ ഇവിടെ ആൻസർ എന്താണ്? ആൻസർ 570 ആണ്. റിമൈൻഡർ 6 ആണ്. ഓക്കെ.